യോഗയൊക്കെ ചെയ്യോ? യോഗയൊക്കെ ചെയ്യും രാവിലെ എണീറ്റ് കുറച്ചു നേരം. എന്ത് ആസനങ്ങളൊക്കെ ചെയ്യാ? പ്രാണായാമം ആദ്യം ചെയ്യും, സൂര്യനമസ്കാരം ചെയ്യും. സൂര്യനമസ്കാരം ചെയ്യും. പിന്നെ ശവാസനം ചെയ്യും. ഇതൊക്കെ തന്നെ എൻ്റെ ആസനം. പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? അല്ല, പഠിപ്പിക്കും വേണ്ട, അതിലുള്ള ഗുണം വേണ്ട, എനിക്ക് ആ ദോഷം വേണ്ട, എൻ്റെ സ്വന്തം കാര്യം സ്വന്തമാവാ. അല്ല, നമ്മള് ലാസ്റ്റ് കുറച്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മള് മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും പഠിപ്പിച്ചു? മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളന്ന് കരാറുണ്ടോ? ആരോടെയാണ് ഞാൻ ഗ്യാരണ്ടി ആയിട്ടുണ്ടോ ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളന്ന്? അതൊന്നുമില്ല. ഞാൻ പഠിച്ചത് എന്നോട് കൂടി മണ്ണായി പോവുക. വേറെ ആൾക്ക് പഠിപ്പിക്കണമെന്നില്ല. നമ്മൾ ഈ മഹാന്മാർ പറഞ്ഞ തന്നെ അറിവ്, ആ അറിവ് തന്നെ എൻ്റെ ദാനം. ക്ലാസ് പോയി പഠിക്കുന്നതല്ല വിദ്യാഭ്യാസം, നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതും ഒക്കെ ആണെന്ന് തെളിയിച്ച ഒരാളാണ് ഞാൻ. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കൃപാനന്ദ വാര്യരുടെ ഇതിങ്ങനെ പ്രസംഗം കേൾക്കും ഞാൻ. എന്താ അത് തമിഴിലെ പറയാം, മലയാളമല്ലേ. അപ്പോൾ അതിങ്ങനെ കേട്ടിരിക്കും ഞാൻ മണിക്കൂർ കണക്കിൽ. അതിങ്ങനെ തലയിലിങ്ങനെ കയറും. അന്ന് അയാൾ പറഞ്ഞ വാക്കുകൾ ഓരോന്നും. മഹാനാണ്, അയാൾ മരിച്ചുപോയി. തമിഴ് ഇപ്പം നല്ലോണം തമിഴ് മനസ്സിലാവോ നന്നായിട്ട്? ഇപ്പോഴത്തെ ഇപ്പൊ മലയാളികൾക്ക് പൊതുവെ തമിഴ് കേട്ട ഓരോ വാക്കുകളൊന്നും മനസ്സിലാവില്ലല്ലോ. ഉണ്ണിയേട്ടന് തമിഴ് പക്ക അറിയായിരുന്നല്ലേ? ചിരിയേ ഉള്ളൂ. ഞാൻ കേട്ടാ உங்களுக்கு பதில் சொல்ல தெரியுமா? நான் கேட்குறேன், உங்களுக்கு பதில் சொல்ல தெரியாது. அப்புறம் நான் சொல்லி என்ன புண்ணியம்?